ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടായ തദ്ദേശ സുനാമിയിലും ഒരു കോട്ടവും തട്ടാതെ 58 അസംബ്ലി മണ്ഡലങ്ങളുണ്ടെന്ന് കെ.ടി. ജലീൽ. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് മതജാതി ഭ്രാന്തന്മാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി ശബരിമലയിലെ കുറ്റക്കാരെ നിഷ്കരണം നേരിട്ട് മുന്നോട്ടു പോയാൽ സെഞ്ചുറി കടന്ന് 2026-ലും അധികാരത്തിലേറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് ജലീലിന്റെ പ്രതികരണം. മനോരമ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടായ തദ്ദേശ സുനാമിയിലും ഒരു കോട്ടവും തട്ടാതെ 58 അസംബ്ലി മണ്ഡലങ്ങൾ LDFന് സ്വന്തം. ജലീലിന്റെ FB പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ആ ടേബിളിലെ ഓരോ ജില്ലകൾ പരിശോധിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ജയിക്കാൻ ഏറെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ധാരാളമാണെന്ന് കാണാം. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ K. സുധാകരൻ മത്സരിച്ചിട്ട് പോലും അസംബ്ലിയിലേക്ക് ജയിക്കാത്ത മണ്ഡലമാണ്. അത് LDF നിലനിർത്തും. കണ്ണൂർ ജില്ലയെടുത്താൽ അഴീക്കോട് സ്ഥാനാർത്ഥി മികവിൽ LDFന് ജയിക്കാനാകും. തളിപ്പറമ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഡസനിലധികം വാർഡുകളിലെ വോട്ട് കൂട്ടാതെയാണ് UDF ലീഡ് പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലെ വോട്ടുകൾ കൂട്ടിയാൽ തളിപ്പറമ്പ് LDFന്റെ ഉറച്ച സീറ്റാണ്. കണ്ണൂരും സ്ഥാനാർത്ഥിയുടെ മികവിൽ LDF നേടാനാണ് സാധ്യത. വയനാട് ജില്ലയിലെ ബത്തേരി സ്ഥാനാർത്ഥി മികവിൽ LDFന് കിട്ടുന്ന സീറ്റാണ്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി മണ്ഡലങ്ങൾ LDF നിലനിർത്തുക തന്നെ ചെയ്യും. കുന്ദമംഗലം സ്ഥാനാർത്ഥി മികവിൽ തീർച്ചയായും ജയിക്കും. തിരുവമ്പാടിയിലും കോഴിക്കോട് സൗത്തിലും സ്ഥാനാർത്ഥി മികവിൽ LDF തുടരും. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ LDF ജയിക്കും. തവനൂരും താനൂരും സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF സ്വന്തമാക്കും. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയും തൃത്താലയും സ്ഥാനാർത്ഥി മികവിൽ LDFനൊപ്പം നിൽക്കും. തൃശൂരിൽ മനോരമ ടേബിളിൽ തൃശൂർ മണ്ഡലം മാത്രമാണ് UDF ലീഡ് ഉള്ളത്. അവിടെയും സ്ഥാനാർത്ഥി മികവിൽ LDF പിടിച്ചടക്കാനാണ് സാധ്യത. എറണാകുളം ജില്ലയിൽ വെറും 243 വോട്ടുകൾക്ക് മാത്രം UDF മുന്നിട്ട് നിൽക്കുന്ന തൃപ്പൂണിത്തറ LDF തിരിച്ചുപിടിക്കും. കൂടാതെ കൊച്ചി, വൈപ്പിൻ, കോതമംഗലം, കളമശ്ശേരി എന്നീ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF ജയിക്കും. ഇടുക്കി ജില്ലയിൽ ഇടുക്കി, പീരുമേട്, ദേവികുളം എന്നിവ LDFന് ഏറെ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF ജയിക്കും. ആലപ്പുഴയിൽ 520 വോട്ടുകൾക്ക് മാത്രം പിന്നിലായ അരൂർ LDF പിടിക്കും. പത്തനംതിട്ടയിൽ അടൂർ, കോന്നി, തിരുവല്ല, ആറന്മുള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF ജയിച്ചു വരും. കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ, പത്തനാപുരം മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥികളുടെ മികവിൽ LDF പിടിക്കും. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവും, ചിറയൻകീഴും, നേമവും, നെയ്യാറ്റിൻകരയും LDFന്റെ ലിസ്റ്റിൽ ഇടം നേടും. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് മതജാതി ഭ്രാന്തന്മാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി ശബരിമലയിലെ കുറ്റക്കാരെ നിഷ്കരുണം നേരിട്ട് മുന്നോട്ട് പോയാൽ സെഞ്ചുറി കടന്ന് LDF 2026-ൽ മൂന്നാമതും അധികാരത്തിൽ വരും. മനോരമയുടെ ടേബിൾ നൽകുന്ന സുവ്യക്തമായ സൂചന അതാണ്. LC-AC ലെവലിലുള്ള പാർട്ടി ഭാരവാഹികൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ചുറ്റും സംഘികൾ ഭീഷണിയുടെ പൊടിപടലങ്ങൾ തീർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ സാമീപ്യവും ഉറച്ച പിന്തുണയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസുകാരെക്കാൾ അവർക്ക് വിശ്വാസം ഇടതുപക്ഷക്കാരെയാണ്. പൗരത്വ പ്രശ്നങ്ങളും SIR-ഉം വരാൻ പോകുന്ന സെൻസസുമെല്ലാം ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത്. അവസാന സഖാവും മരിച്ചു വീഴുന്നത് വരെ ഒരാളെയും ആരും നാട് കടത്തില്ലെന്ന് ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തണം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ അകാരണമായി ദ്രോഹിക്കുന്ന സാധാരണക്കാർക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏരിയ തലങ്ങളിൽ ഒരുക്കി ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളായി അവരോട് ഐക്യപ്പെട്ട് ശക്തമായി മുന്നോട്ട് പോവുക. കോൺഗ്രസുകാരുടെ അഭിനയമല്ല, സഖാക്കളുടെ സത്യസന്ധമായ സമീപനമാണ് ജനങ്ങൾക്കിഷ്ടം. കമ്മ്യൂണിസ്റ്റുകാരുടെ സത്യസന്ധതയും അടിസ്ഥാന വർഗങ്ങളോടുള്ള സ്നേഹവും റീൽസ് എടുക്കാനല്ലെന്ന് കോൺഗ്രസുകാരെ കണ്ട് പഴകിച്ച നാട്ടുകാർക്ക് നന്നായി അറിയാം. ഷെയർ പിരിച്ചു പറ്റിക്കാനോ ഏതാനും സമുദായ പ്രമാണിമാർക്ക് അധികാര കസേര ഒപ്പിച്ചെടുക്കാനോ നടത്തുന്ന പച്ചപ്പടയുടെ ഗിമ്മിക്കുകളെക്കാൾ ജനങ്ങൾക്ക് വിശ്വാസം ചെമ്പടയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കുതിച്ചാൽ അനായാസം കേരളത്തെ കലർപ്പില്ലാത്ത മതനിരപേക്ഷ പക്ഷത്ത് നിർത്താം. 2026 മെയ് മാസം ചുവന്നു തുടിക്കും. കേരളമേ കാത്തിരിക്കുക എന്നാണ് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത്.